ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവേഷ്ടം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒന്നിനെക്കുറിച്ചിട്ടാണ്. അബ്രഹാം, വിശ്വാസത്തിന്റെ പിതാവ്. 3 മഹാമതങ്ങളുടെ പൊതുപൂർവികൻ: ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം. പക്ഷേ അബ്രഹാം വെറും ഒരു ചരിത്ര വ്യക്തിത്വമല്ല. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മുടെ ആത്മീയ യാത്രയുടെ ഒരു മാതൃകയാണ്. അദ്ദേഹം എങ്ങനെ ദൈവത്തിന്റെ വിളി കേട്ടു, എങ്ങനെ തെറ്റുകൾ ചെയ്തു, എങ്ങനെ പാഠങ്ങൾ പഠിച്ചു, എങ്ങനെ വിശ്വാസത്തിൽ വളർന്നു, എല്ലാം നമ്മൾ ഇന്ന് വിശദമായി പഠിക്കും. നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്നായ പിതാവേ, അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളും ചെവികളും തുറക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അബ്രഹാമിന്റെ കഥ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ കൺസെപ്റ്റുകളൊന്ന് റിവൈൻഡ് ചെയ്യാം. ബാബിലോണും യെരുശലേമും. ബാബിലോൺ എന്താണ്? ഉൽപ്പത്തി 11 നമ്മൾ വായിക്കുന്നു ബാബേൽ ഗോപുരത്തിന്റെ കഥ. അവിടെ മനുഷ്യർ പറഞ്ഞു, വരുവിൻ, നമുക്കൊരു നഗരം പണിയാം. ശ്രദ്ധിക്കൂ, നമുക്ക് എന്നാണ് പറഞ്ഞത്. ദൈവത്തെ ചോദിച്ചില്ല. ദൈവത്തെ കൂടാതെ മനുഷ്യൻ തൻ്റെ കഴിവിൽ. ഇതാണ് ബാബിലോണിന്റെ ആത്മാവ്. മനുഷ്യനിൽ നിന്ന് മനുഷ്യനാൽ മനുഷ്യനിലേക്ക്. നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ പദ്ധതികൾ, നമ്മുടെ മഹത്വം. ഇന്നത്തെ ലോകത്ത് നോക്കൂ, എത്ര പേർ ഈ രീതിയിലാണ് ജീവിക്കുന്നത്. എനിക്ക് വലിയ കമ്പനി തുടങ്ങണം, എനിക്ക് പേരും പ്രശസ്തിയും വേണം, ഞാൻ എന്തെങ്കിലും വലുത് ചെയ്യണം, ദൈവത്തെ ചോദിക്കാതെ. യെരുശലേം എന്താണ്? യെരുശലേം തികച്ചും വ്യത്യസ്തമാണ്. ഉൽപ്പത്തി 12:1 യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു. ശ്രദ്ധിക്കൂ, ദൈവം ആദ്യം സംസാരിച്ചു. അബ്രഹാം പറഞ്ഞില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അദ്ദേഹം കാത്തിരുന്നു, കേട്ടു, അനുസരിച്ചു. ദൈവത്തിൽ നിന്ന് ദൈവത്താൽ ദൈവത്തിലേക്ക്. ഇതാണ് യെരുശലേമിന്റെ തത്വം. നിങ്ങൾ ഏത് സംവിധാനത്തിലാണ് ജീവിക്കുന്നത്? ബാബിലോണിലോ യെരുശലേമിലോ? നിങ്ങളുടെ ജീവിതം ആരംഭിച്ചത് നിങ്ങളുടെ ആശയങ്ങളിൽ നിന്നാണോ അതോ ദൈവത്തിന്റെ വെളിയിൽ നിന്നാണോ? ഇത് വളരെ പ്രധാനമാണ്. ഇനി നമുക്ക് അബ്രഹാമിന്റെ യാത്രയിലേക്ക് പോകാം. ഉൽപ്പത്തി 12:1 ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ദേശത്തെയും നിന്റെ ജനങ്ങളെയും നിന്റെ പൃഥുഭവനത്തെയും വിട്ട് ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. 3 കാര്യങ്ങൾ ഉപേക്ഷിക്കണം. നിന്റെ ദേശം, സ്വന്തം നാട്, കംഫർട്ട് സോൺ. നിന്റെ ജനങ്ങൾ, സുഹൃത്തുക്കൾ, പരിചയക്കാർ. നിന്റെ പൃഥുഭവനം, കുടുംബം, സുരക്ഷിതത്വം. ഇത് എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം വിടണം, നമ്മളുടെ എല്ലാ സുഹൃത്തുക്കളെയും വിടണം, നമ്മളുടെ മാതാപിതാക്കളെ, സഹോദരന്മാരെ വിടണം. എന്തിനു വേണ്ടി? ദൈവം കാണിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. അദ്ദേഹം എവിടെയാണെന്ന് പോലും അറിയില്ല. ദൈവം വെറും ഒരു ദിശ കാണിച്ചു, എഴുന്നേറ്റു പോകൂ, പ്രായമൊരു തടസ്സമല്ല. അപ്പോൾ കൂടുതൽ അത്ഭുതകരമായ കാര്യം, അബ്രഹാമിന് എത്ര വയസ്സായിരുന്നു? 75 വയസ്സ്. ഇന്നത്തെ കാലത്ത് 75 വയസ്സെന്നാൽ റിട്ടയർമെന്റ് ഏജ്. മിക്ക ആളുകളും പറയും ഇനി വിശ്രമിക്കാം, ദൈവം യുവാക്കളെ ഉപയോഗിക്കട്ടെ. പക്ഷെ അബ്രഹാമിന്റെ യഥാർത്ഥ ജീവിതം ആരംഭിച്ചത് 75-ാം വയസ്സിലാണ്. ദൈവത്തിന് പ്രായപരിധിയില്ല. ഇത് നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? നിങ്ങളൊക്കെ എത്ര വയസ്സായാലും ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയും. മോശ 80-ാം വയസ്സിൽ തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. കാലേബ് 85-ാം വയസ്സിൽ പർവ്വതങ്ങൾ കീഴടക്കി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം, ഞാൻ വളരെ വൃദ്ധനായി, ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ കഴിയില്ല. അത് ഒരു നുണയാണ്. പക്ഷെ ശ്രദ്ധിക്കൂ, അബ്രഹാം 75 വയസ്സ് വരെ എന്തായിരുന്നു ചെയ്തത്? കാത്തിരുന്നു, ദൈവശബ്ദം കേൾക്കുന്നത് വരെ. ഇത് വളരെ പ്രധാനമാണ്. 21-ാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ വേലക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? തിരക്ക്. വേഗം വേഗം എന്തെങ്കിലും ചെയ്യണം. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം, യൂട്യൂബ് വീഡിയോ ഇടണം, മിനിസ്ട്രി തുടങ്ങണം, ചർച്ച് പണിയണം. പക്ഷെ ദൈവം എന്താണ് പറഞ്ഞത്? നാം ചോദിച്ചോ? മോശ 40 വർഷം മരുഭൂമിയിൽ കാത്തിരുന്നു. യേശു 30 വയസ്സ് വരെ കാത്തിരുന്നു. അബ്രഹാം 75 വയസ്സ് വരെ കാത്തിരുന്നു. കാരണം ദൈവത്തിൽ നിന്ന് കേൾക്കാതെ ചെയ്യുന്നതെല്ലാം ബാബിലോണാണ്. നമ്മുടെ പരിശ്രമം, നമ്മുടെ മഹത്വം. പക്ഷെ ദൈവം വിളിച്ചാൽ അത് യെരുശലേം. അവിടുത്തെ പദ്ധതി, അവിടുത്തെ മഹത്വം. ഇനി നമുക്ക് അബ്രഹാമിന്റെ ആദ്യ തെറ്റ് നോക്കാം. ദൈവം വ്യക്തമായി പറഞ്ഞു, പൃഥുഭവനത്തെ വിടുക. അബ്രഹാം എന്ത് ചെയ്തു? ഉൽപ്പത്തി 11:31 തേരഹ്, അബ്രഹാമിന്റെ പിതാവ്, അബ്രഹാമിനെയും കൂട്ടി പുറപ്പെട്ടു. 75 വയസ്സുള്ള അബ്രഹാം തന്റെ പിതാവിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ദൈവം പറഞ്ഞത് വിടുക, അബ്രഹാം ചെയ്തത് കൊണ്ടുപോയി. ഫലം, ഹാരാനിൽ കുടുങ്ങി. അവർ എവിടെ എത്തി? ഹാരാൻ. ദൈവം പറഞ്ഞിരുന്നത് കനാനിലേക്ക്. അവർ എത്തിയത് ഹാരാനിൽ, പകുതി വഴി. എന്തുകൊണ്ട്? തേരഹിനെ ഹാരാൻ ഇഷ്ടമായി. നല്ല പുൽമേടുകൾ, നല്ല വെള്ളം, കന്നുകാലിക്ക് നല്ലത്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം. അബ്രഹാം സമ്മതിച്ചു. പക്ഷേ അത് ദൈവഹിതമായിരുന്നില്ല. 13 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 13 വർഷം. തേരഹ് മരിക്കുന്നത് വരെ ദൈവം നിശബ്ദനായിരുന്നു. അബ്രഹാം ഹാരാനിൽ കുടുങ്ങി. കാത്തിരുന്നു. എന്തിനായി? തൻ്റെ പിതാവ് മരിക്കുന്നതിനായി. ഇത് എത്ര ബുദ്ധിമുട്ടായിരിക്കും. 13 വർഷം നഷ്ടപ്പെട്ടു.
പക്ഷെ ആരുടെ തെറ്റ്? തൻ്റെ തന്നെ. ദൈവം പറഞ്ഞത് കേട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. ദൈവഹിതം ചെയ്യുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത് പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയായിരിക്കും. മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, മക്കൾ, സഹോദരന്മാർ. യേശു മത്തായി 10:37 പറഞ്ഞു, പിതാവിനെയോ മാതാവിനെയോ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. കഠിനമായ വാക്കുകൾ, പക്ഷെ ആവശ്യമുള്ള വാക്കുകൾ. ഒരു ഉദാഹരണം, നിങ്ങൾക്ക് ദൈവം ഒരു വിളി നൽകി മിഷണറി ആവാൻ. പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നു, ഇല്ല, നീ ഇവിടെ തന്നെ ഇരിക്കണം. എന്തു ചെയ്യും? മാതാപിതാക്കളെ അനുസരിക്കണോ, ദൈവത്തെ അനുസരിക്കണോ? ദൈവത്തെ അനുസരിക്കണം. ഇത് മാതാപിതാക്കളുള്ള അനാദരവല്ല. നിങ്ങളവരെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, പരിപാലിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വിളി ഒന്നാം സ്ഥാനം. അബ്രഹാം ഈ പാഠം പഠിക്കേണ്ടി വന്നു. 13 വർഷം കാത്തിരുന്ന്. തേരഹ് മരിച്ചു. അബ്രഹാം കനാനിലേക്ക് പോയി. ഒടുവിൽ ദൈവം നിശ്ചയിച്ച സ്ഥലത്ത് അബ്രഹാം എത്തി. ദൈവം പ്രത്യക്ഷനായി, നിന്റെ സന്തതികൾക്ക് ഈ ദേശം ഞാൻ നൽകും. അബ്രഹാം സന്തോഷിച്ചു. പക്ഷെ പെട്ടെന്ന് ഉൽപ്പത്തി 12:10 പറയുന്നു, ദേശത്ത് ക്ഷാമമുണ്ടായി. വിളകൾ വാടി, ഭക്ഷണമില്ല, വെള്ളമില്ല. അബ്രഹാം എന്ത് ചിന്തിച്ചു? ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു, എന്നിട്ട് ക്ഷാമം. ഇതൊരു സാധാരണ പാറ്റേൺ ആണ്. ദൈവം നിങ്ങൾ എവിടെയെങ്കിലും വിളിച്ചാൽ പരീക്ഷണങ്ങൾ വരും. എന്തിന്? നിങ്ങൾ ആരെ ആശ്രയിക്കുമെന്ന് കാണാൻ. കണ്ണുകൊണ്ട് കാണുന്നതിനെയോ ദൈവത്തിൻ്റെ വാക്കിനെയോ? അബ്രഹാം എന്ത് ചെയ്തു? തൻ്റെ കണ്ണുകൾ അനുസരിച്ച് തീരുമാനിച്ചു. കനാനിൽ ക്ഷാമം, ഈജിപ്തിൽ ഭക്ഷണം. നമുക്ക് ഈജിപ്തിലേക്ക് പോകാം. യുക്തിസഹമായ തീരുമാനം, പ്രാക്ടിക്കലായ തീരുമാനം. പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നില്ല. ദൈവം ഒരിക്കലും പറഞ്ഞില്ല ഈജിപ്തിലേക്ക് പോകൂ. അബ്രഹാം സ്വന്തം ആശയപ്രകാരം പോയി. യെശയ്യാവ് 11:3 യേശുവിനെ കുറിച്ച് പറയുന്നു, അവിടുന്ന് കണ്ണുകൊണ്ട് കാണുന്നതിനനുസരിച്ച് വിധിക്കുകയോ ചെവി കൊണ്ട് കേൾക്കുന്നതിനനുസരിച്ച് തീരുമാനിക്കുകയോ ചെയ്യില്ല. പക്ഷേ അബ്രഹാം കണ്ടത് അനുസരിച്ചു തീരുമാനിച്ചു. ഇന്ന് എത്ര ക്രിസ്തീയ വേലക്കാർ ഈ തെറ്റ് ആവർത്തിക്കുന്നു? ദൈവം അവരെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു, പക്ഷെ അവിടെ ശമ്പളം കുറവ്, സൗകര്യങ്ങൾ കുറവ്, ക്ഷാമം. അവർ നോക്കുന്നു മറ്റൊരു സ്ഥലത്ത് കൂടുതൽ ശമ്പളം, വലിയ സംഘടന, നല്ല സൗകര്യങ്ങൾ. പിന്നെ തീരുമാനിക്കുന്നു, നമുക്ക് ആ ഈജിപ്തിലേക്ക് പോകാം. മത്തായി 4:4 യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ കൊണ്ട് ജീവിക്കുന്നു. അപ്പത്തിന് പിന്നാലെ പോകരുത്, ദൈവവചനത്തിന് പിന്നാലെ പോകൂ. അങ്ങനെ അബ്രഹാം ഈജിപ്തിലെത്തി. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഭയം. സാറ വളരെ സുന്ദരി. ഈജിപ്തുകാർ അവളെ കണ്ടാൽ തന്നെ കൊന്ന് അവളെ എടുക്കും. അപ്പോൾ അബ്രഹാം എന്തു പറഞ്ഞു? കളവ് പറഞ്ഞു. സാറ എൻ്റെ സഹോദരിയാണ്. ഇത് എത്ര ദയനീയമാണ്. തൻ്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചു. അവളെ മറ്റൊരാളുടെ കിടക്കയിലേക്ക് അയച്ചു. കളവ് പറഞ്ഞു. എല്ലാം എന്തിന്? കാരണം അദ്ദേഹം ദൈവഹിതത്തിന് പുറത്തായിരുന്നു. പ്രിയരെ, ദൈവം നിങ്ങളെ വിളിക്കാത്ത സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് കളവ് പറയേണ്ടി വരും, വ്യാജ റിപ്പോർട്ടുകൾ എഴുതേണ്ടി വരും, മനസ്സാക്ഷി ഒത്തുതീർപ്പിന് വിധേയമാക്കേണ്ടി വരും. ഏറ്റവും ലജ്ജാകരമായ കാര്യം എന്താണെന്നറിയാമോ? ഫറവോൻ, ജാതീയനായ രാജാവ്, അബ്രഹാമിനെ ശാസിച്ചു. നീ ഇത് എന്തിനെന്നോട് ചെയ്തു? അവൾ നിന്റെ ഭാര്യയാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ദൈവപ്രവാചകനെ ജാതീയൻ ശാസിക്കുന്നു. നാം ഒത്തുതീർപ്പിലാകുമ്പോൾ ലോകക്കാർ നമ്മെ തിരുത്തേണ്ടി വരും. അബ്രഹാം ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നൊരു സമ്മാനമുണ്ടായിരുന്നു, ഹാഗാർ എന്ന ദാസി. അക്കാലത്ത് അതിന് പ്രാധാന്യമില്ലാന്ന് തോന്നി. പക്ഷെ പിന്നീട് ഒരു തെറ്റായ തീരുമാനം ഇസ്മായിലിന്റെ ജനത്തിലേക്ക് ജയിച്ചു. അറബികളും യഹൂദരും തമ്മിലുള്ള സംഘർഷത്തിലേക്ക്, ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് പ്രശ്നത്തിലേക്ക്. 4000 വർഷമായി തുടരുന്ന ഒരു പ്രശ്നം. ഒരു തവണ ദൈവത്തെ കേൾക്കാതിരുന്നതിന് ഫലം. ഇനി നമുക്കൊരു രസകരമായ താരതമ്യം നോക്കാം. അബ്രഹാമും ലോത്തും, അമ്മാവനും അനന്തരവനും. 2 പേരും ഒരു സമയത്ത് യാത്ര ചെയ്തു, പക്ഷെ 2 വ്യത്യസ്ത മനോഭാവങ്ങൾ. ഉൽപ്പത്തി 13:7 അവരുടെ ദാസന്മാർ തമ്മിൽ തർക്കം. എന്തിനെക്കുറിച്ച്? സമ്പത്ത്, ഭൂമി, വിഭവങ്ങൾ. ഏറ്റവും രസകരമായ കാര്യം, ആ സമ്പത്ത് എവിടെ നിന്ന് കിട്ടി? ഈജിപ്തിൽ നിന്ന്. അബ്രഹാമിന്റെ തെറ്റായ തീരുമാനത്തിന്റെ ഫലം കൂടുതൽ പ്രശ്നങ്ങൾ. ഉൽപ്പത്തി 13:8 അബ്രഹാം പറഞ്ഞു, എനിക്കും നിനക്കും തമ്മിൽ പിണക്കമുണ്ടാകരുത്, നാം സഹോദരന്മാരല്ലോ. പിന്നെ അസാധാരണമായ കാര്യം, നീ ആദ്യം തിരഞ്ഞെടുക്കൂ. 75 വയസ്സുള്ള അമ്മാവൻ 35 വയസ്സുള്ള അനന്തരവനോട് നീ ആദ്യം എടുക്കൂ. എത്ര സാധാരണം. സാധാരണ എന്താണ് സംഭവിക്കുക? മുതിർന്നവർ പറയും, ഞാൻ വലുതാണ്, എനിക്ക് ആദ്യം അവകാശം. പക്ഷെ അബ്രഹാം വിപരീതം ചെയ്തു. എന്തുകൊണ്ട്? കാരണം അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു. ദൈവം എന്നെ നോക്കും, ലോത്ത് എന്ത് തിരഞ്ഞെടുത്താലും കുഴപ്പമില്ല. പക്ഷെ ലോത്ത് എന്ത് ചെയ്തു? അദ്ദേഹം നോക്കി, കണ്ണുകൾ ഉയർത്തി നോക്കി, സോദോം കണ്ടു. നല്ല ഭൂമി, നല്ല വെള്ളം, ധനികർ, അവസരങ്ങൾ. അദ്ദേഹം തിരഞ്ഞെടുത്തു സോദോം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? കണ്ണുകൊണ്ട് കണ്ടത് ദ്രവ്യാഗ്രഹം, ലൗകിക നേട്ടം. അബ്രഹാം വിശ്വാസത്താൽ വിട്ടുകൊടുത്തു, ലോത്ത് ആഗ്രഹത്താൽ പിടിച്ചെടുത്തു. 4000 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആരാണ് അവിടെ? അബ്രഹാമിന്റെ സന്തതികൾ, ഇസ്രായേൽ. ലോത്തിൻ്റെത് എവിടെ? കാണാനില്ല. സഹോദരരെ, ഇതെന്താണ് പഠിപ്പിക്കുന്നത്? കണ്ണിനെ അനുസരിക്കുന്നവർ ക്ഷണികമായത് നേടും,
വിശ്വാസത്താൽ ജീവിക്കുന്നവർ ശാശ്വതമായി നേടും. 1 യോഹന്നാൻ 2:17 പറയുന്നു, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവഹിതം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുന്നു. ഇനി വേദപുസ്തകത്തിലെ ഏറ്റവും നിഗൂഢമായ വ്യക്തികളെ ഒരാളെ കാണാം, മൽക്കീസദേക്ക്. ഉൽപ്പത്തി 14 ഒരു യുദ്ധം നടക്കുന്നു. ലോത്ത് പിടിക്കപ്പെട്ടു. അബ്രഹാം 318 ദാസന്മാരുമായി പോയി ലോത്തിനെ രക്ഷിച്ചു. വിജയത്തോടെ മടങ്ങുമ്പോൾ യുദ്ധം കഴിഞ്ഞ് അബ്രഹാം ക്ഷീണിതൻ. പക്ഷെ 3 വലിയ പ്രലോഭനങ്ങൾ. 1 ക്ഷീണം, വിശ്രമം എടുക്കണം. 2 ദ്രവ്യാഗ്രഹം, യുദ്ധത്തിൽ നേടിയ സ്വർണവും വെള്ളിയും. 3 നിഗളം, ഞാൻ ഈ യുദ്ധം ജയിച്ചു. ആ നിമിഷത്തിൽ മൽക്കീസദേക്ക് വരുന്നു. ആരാണ് മൽക്കീസദേക്ക്? ശാലോം രാജാവ്. ശാലോം യെരുശലേമിന്റെ ആദ്യ രാജാവ്, സർവോന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ. അദ്ദേഹം അബ്രഹാമിനായി 3 കാര്യങ്ങൾ ചെയ്തു. ഭക്ഷണം കൊണ്ടുവന്നു, അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് ക്ഷീണിച്ച മനുഷ്യന് കൊടുത്തു. ഒരു ക്ഷീണിച്ച മനുഷ്യന് വേണ്ടത് ഇതാണ്, പ്രസംഗമല്ല, ഭക്ഷണം. സഹോദരരെ, യഥാർത്ഥ ആത്മീയത പ്രാക്ടിക്കലാണ്. യേശു വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തു, രോഗികളെ സൗഖ്യമാക്കി, ക്ഷീണിതർക്ക് വിശ്രമം നൽകി, ക്ഷീണത്തിൽ നിന്ന് രക്ഷിച്ചു. 2 മൽക്കീസദേക്ക് അനുഗ്രഹിച്ചു. മൽക്കീസദേക്ക് പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. സൂക്ഷ്മമായി കേൾക്കൂ, സ്വർഗവും ഭൂമിയും ദൈവത്തിൻ്റെത്. ഈ അല്പം സ്വർണവും വെള്ളിയും എടുക്കേണ്ട ആവശ്യമില്ല. ദൈവം സ്വർഗവും ഭൂമിയും തരും. ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് രക്ഷിച്ചു. 3 ദൈവത്തെ സ്തുതിച്ചു. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ. നിന്റെ കഴിവല്ല, ദൈവത്തിന്റെ ശക്തി. നിന്റെ മഹത്വമല്ല, ദൈവത്തിന്റെ മഹത്വം. നിഗളത്തിൽ നിന്ന് അബ്രഹാമിനെ രക്ഷിച്ചു. മൽക്കീസദേക്ക് ഇതെങ്ങനെ അറിഞ്ഞു? ഒരു പ്രധാന ചോദ്യം. മൽക്കീസദേക്കിനെ എങ്ങനെ അറിയാം അബ്രഹാമിന് ഈ 3 പ്രലോഭനങ്ങൾ വരാൻ പോകുന്നുവെന്ന്? കാരണം അദ്ദേഹം ദൈവത്തെ ശ്രദ്ധയോടെ കേൾക്കുന്ന ആളായിരുന്നു. ദിനം പ്രതി ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ചു. ദിനം പ്രതി പ്രാർത്ഥനയിൽ നേരം ചെലവഴിച്ചു. ദിനം പ്രതി ദൈവവചനത്താൽ നയിക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവം അവനോട് വെളിപ്പെടുത്തി, അബ്രഹാം ക്ഷീണിതനായി വരുന്നു, അവനെ സഹായിക്കൂ. സങ്കീർത്തനം 114 യേശുവിനെ കുറിച്ച്, നീ എന്നേക്കും മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം പുരോഹിതനാണ്. എബ്രായർ 7 നാമും ഈ ക്രമത്തിൽ പുരോഹിതനാണ്. എങ്ങനെ? ശുശ്രൂഷ ചെയ്ത് അപ്രത്യക്ഷനാവുക, ആളുകളെ അനുഗ്രഹിക്കുക, അവരുടെ ആവശ്യങ്ങൾ നികത്തുക, പിന്നെ നിശബ്ദനായി പോവുക. പ്രശസ്തി തേടരുത്, മഹത്വം എടുക്കരുത്. മൽക്കീസദേക്ക് വന്നു, സേവിച്ചു, പോയി. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും വേദപുസ്തകത്തില്ല. അതാണ് യഥാർത്ഥ ശുശ്രൂഷ. ഇനി അബ്രഹാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിലേക്ക്. ഉൽപ്പത്തി 15:5 ദൈവം അബ്രഹാമിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. രാത്രി നക്ഷത്രങ്ങൾ തിളങ്ങുന്നു. ദൈവം പറഞ്ഞു, ആകാശത്തേക്ക് നോക്കൂ, നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണു, നിന്റെ സന്തതി ഇങ്ങനെയാകും. അബ്രഹാമിന് മക്കളില്ല, 75 വയസ്സായി. ഇപ്പോൾ 80 കഴിഞ്ഞു. പക്ഷെ ദൈവം പറയുന്നു, നക്ഷത്രങ്ങൾ പോലെ. അസാധ്യം. പക്ഷെ അബ്രഹാം എന്ത് ചെയ്തു? വാക്യം 6 അദ്ദേഹം വിശ്വസിച്ചു. എബ്രായത്തിൽ അമേൻ, അതിൽ നിന്ന് വന്ന വാക്ക് ആമേൻ. അർത്ഥം, അത് സത്യമെന്ന് ഞാൻ സ്വീകരിക്കുന്നു. സഹോദരരെ, വിശ്വാസം മനസ്സിലാക്കുക. വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം അരുളി ചെയ്യുമ്പോൾ ആമേൻ പറയുന്നത്. വിശ്വാസം എപ്പോഴും ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ദൈവം ആദ്യം സംസാരിക്കുന്നു, പിന്നെ നാം വിശ്വസിക്കുന്നു. വിശ്വാസം കേൾവിയാലും, കേൾവി വിശ്വാസത്തിന്റെ ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വിശ്വാസമല്ലാത്ത എന്താണ്? വളരെ പ്രധാനം. പലരും ഇന്ന് പറയുന്നു, എനിക്കൊരു മേഴ്സിഡീസ് ബെൻസ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു, 1 കോടി രൂപ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു, വലിയ വീട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. പ്രിയരെ, അത് വിശ്വാസമല്ല, അത് അനുമാനമാണ്, ആഗ്രഹമാണ്, ഇമാജിനേഷനാണ്. വിശ്വാസം എപ്പോഴും ദൈവം ആദ്യം സംസാരിക്കണം, വചനത്തിൽ അടിസ്ഥാനമായിരിക്കണം, ദൈവഹിതത്തിന് അനുസൃതമായിരിക്കണം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നക്ഷത്രങ്ങൾ പോലെ. അതുകൊണ്ട് അബ്രഹാമിനെ വിശ്വസിക്കാൻ കഴിഞ്ഞു. ഇനി അബ്രഹാമിന്റെ ഏറ്റവും വലിയ തെറ്റ് നോക്കാം. 13 വർഷം കഴിഞ്ഞു, മക്കളില്ല, സാറ ക്ഷമയായി. ഉൽപ്പത്തി 16:2 സാറ അബ്രഹാമിനോട് പറഞ്ഞു, എൻ്റെ ദാസിയായ ഹാഗാറിലൂടെ നിനക്ക് സന്തതി ഉണ്ടാകട്ടെ. അക്കാലത്തെ സംസ്കാര പ്രകാരം ഇത് സ്വീകാര്യമായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞില്ല. ഇത് സാറയുടെ ആശയം, മനുഷ്യബുദ്ധി, ദൈവത്തെ സഹായിക്കാൻ. എത്ര പേർ ഇന്ന് ഇങ്ങനെ ചെയ്യുന്നു? ദൈവം ഒരു ദിവസം എന്തെങ്കിലും ചെയ്യും, എന്നാൽ ഇതിനിടയിൽ നമുക്കും എന്തെങ്കിലും ചെയ്യാം. നിർഭാഗ്യവശാൽ അബ്രഹാം സമ്മതിച്ചു. സാറയുടെ വാക്കിനെ അബ്രഹാം ആമേൻ പറഞ്ഞു. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു, വിശ്വാസം ദൈവം പറഞ്ഞതിന് ആമേൻ പറയുക. പക്ഷെ ഇവിടെ അബ്രഹാം മനുഷ്യൻ പറഞ്ഞതിന് ആമേൻ പറഞ്ഞു. ഇത് വിശ്വാസമല്ല, അവിശ്വാസം. ഇസ്മായിൽ ജനിച്ചു. അബ്രഹാമിന് 86 വയസ്സ്. അദ്ദേഹം സന്തോഷിച്ചിരിക്കാം, എനിക്കൊരു മകൻ. പക്ഷേ ദൈവം 13 വർഷം നിശബ്ദനായി. നോക്കൂ, 16-ാം അധ്യായം 16 അബ്രഹാമിന് 86 വയസ്സ്. 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ അബ്രഹാമിന് 99 വയസ്സ്. 13 വർഷം. എന്തുകൊണ്ട്? ദൈവം അബ്രഹാമിനെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്.
നീ മനുഷ്യവാക്കിന് ആമേൻ പറഞ്ഞോ, എങ്കിൽ 13 വർഷം എൻ്റെ ശബ്ദം കേൾക്കാതെ കഴിച്ചു കൂട്ടു. ദൈവം കർക്കശനാണ്, പക്ഷെ നമ്മുടെ നന്മയ്ക്കായി. 4000 വർഷത്തെ ഫലം. ഈ ഒരു തെറ്റിൻ്റെ ഫലം ഇസ്മായേലും ഇസഹാക്കും, അറബികളും യഹൂദരും. 4000 വർഷമായി യുദ്ധം, ഇന്നത്തെ മിഡിൽ ഈസ്റ്റിലെ കോൺഫ്ലിക്റ്റ്, പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം, എല്ലാം ഒരു തെറ്റായ ആമേൻ മൂലം. 99-ാം വയസ്സിൽ ദൈവം വീണ്ടും സംസാരിച്ചു. ഞാൻ സർവശക്തനായ ദൈവം, എബ്രായത്തിൽ എൽ ഷദായ്. ഒരമ്മ കുഞ്ഞിന് എങ്ങനെ പോഷണം നൽകുന്നു അതുപോലെ ഞാൻ നിന്നെ കാക്കും. ദൈവം പറഞ്ഞു, ഇനി നിന്നെ അബ്രാം എന്നല്ല അബ്രഹാം എന്ന് വിളിക്കും. അബ്രാം ഉയർത്തപ്പെട്ട പിതാവ്, അബ്രഹാം ജനതകളുടെ പിതാവ്. ഒരു വ്യക്തിയുടെ പിതാവ് മാത്രമല്ല, അസംഖ്യം ജനതകളുടെ. സാറായി എൻ്റെ രാജകുമാരി, സാറ രാജകുമാരി. എല്ലാവർക്കും ദൈവം ഒരു അടയാളം നൽകി. പരിച്ഛേദന. ആത്മീയ അർത്ഥം ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുക. ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ നിങ്ങൾ ജഡത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. ദൈവം പറയുന്നു, അബ്രഹാമേ, നിന്നിൽ തന്നെ ആശ്രയിക്കരുത്, എന്നിൽ മാത്രം. ഉൽപ്പത്തി 17:16 സാറായിൽ നിന്ന് നിനക്കൊരു മകൻ. അബ്രഹാമിന് 99 വയസ്സ്, സാറയ്ക്ക് 89 വയസ്സ്. രണ്ടുപേരും ചിരിച്ചു. എങ്ങനെ സാധ്യം? പക്ഷെ ദൈവം ചോദിച്ചു, യഹോവയ്ക്ക് അസാധ്യമായി വല്ലതുമുണ്ടോ? 1 വർഷത്തിനുള്ളിൽ ഇസഹാക്ക് ജനിച്ചു. അബ്രഹാമിനെ 100-ാം വയസ്സിൽ. പേര് ഇസഹാക്ക്. ചിരി. ആദ്യം അവിശ്വാസത്തിന് ചിരി, ഇപ്പോൾ സന്തോഷത്തിന് ചിരി. ഉൽപ്പത്തി 22 വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമായ അധ്യായങ്ങളിലൊന്നാണ്. അബ്രഹാമിന് ഇപ്പോൾ ഏകദേശം 125 വയസ്സ്, ഇസഹാക്കിന് 25 വയസ്സോളം. ദൈവം പറഞ്ഞു, നിന്റെ മകനെ, നിന്റെ ഏകജാതനായി നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ എടുത്ത്. ശ്രദ്ധിക്കൂ, എത്ര സവിശേഷതകൾ. നിന്റെ മകൻ, ഏകജാതൻ, നീ സ്നേഹിക്കുന്നവൻ. മോറിയ ദേശത്ത് പോയി അവനെ ഹോമയാഗമായി അർപ്പിക്കുക. എന്തുകൊണ്ട് 3 ദിവസം? ദൈവം പറഞ്ഞില്ല നാളെ ചെയ്യൂ. 3 ദിവസം യാത്ര. എന്തുകൊണ്ട്? കാരണം ദൈവം തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറയുന്നില്ല. 3 ദിവസം ചിന്തിക്കാൻ, വില കണക്കാക്കാൻ, തീരുമാനിക്കാൻ. ലൂക്കോസ് 14:28 യേശു പറഞ്ഞു, ഗോപുരം പണിയാനിരിക്കുന്നവൻ ആദ്യം ഇരുന്ന് ചെലവ് കണക്കാക്കുന്നില്ലേ? 22 അധ്യായം 3-ാം വാക്യത്തിൽ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു. ഡിലേ ഇല്ല, ആർഗ്യുമെന്റ് ഇല്ല. ദൈവമേ എന്തുകൊണ്ടെന്ന് ചോദിച്ചില്ല, ഉടനെ അനുസരിച്ചു. 3 ദിവസം നടന്നു. എല്ലാ ദിവസവും ചിന്തിച്ചു, ഞാൻ എൻ്റെ മകനെ കൊല്ലാൻ പോകുന്നു. പക്ഷേ തിരിഞ്ഞു നടന്നില്ല. 3-ാം ദിവസം അബ്രഹാം തലപൊക്കി, സ്ഥലം കണ്ടു. 3-ാം ദിവസം റീസറക്ഷൻ ഡേ. യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അബ്രഹാം വിശ്വസിച്ചു. ദൈവം മരിച്ചവരിൽ നിന്ന് ഉറപ്പിക്കാൻ ശക്തനെന്ന് അദ്ദേഹം വിചാരിച്ചു. അത്ര വലിയ വിശ്വാസം. അന്ന് ഇസഹാക്കിന് 25 വയസ്സ്, അബ്രഹാമിന് 125 വയസ്സ്. ഇസഹാക്ക് അനുവദിക്കാതെ അബ്രഹാമിന് അവനെ ബന്ധിക്കാൻ കഴിയില്ല. പക്ഷേ ഇസഹാക്ക് സമ്മതിച്ചു. എന്തുകൊണ്ട്? കാരണം അബ്രഹാം തൻ്റെ മകനെ അനുസരണത്തിൽ വളർത്തി. ഇത് മാതാപിതാക്കൾക്ക് എത്ര പ്രധാനമാണ്. യാഗപീഠത്തിൽ അബ്രഹാം ഇസഹാക്കിനെ കിടത്തി. വിറകിന്മേൽ കത്തിയെടുത്തു, ഉയർത്തി. ആ നിമിഷം അബ്രഹാമേ, അബ്രഹാമേ 2 പ്രാവശ്യം. ആ ബാലനെ തൊടരുത്. നീ എന്നെ ഭയപ്പെടുന്നുവെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. എന്നെ ഭയപ്പെടുന്നു. ഇതാണ് വേദപുസ്തകത്തിൽ ആദ്യമായി ദൈവം ഒരാളെക്കുറിച്ച് പറയുന്നത്. എന്നെ ഭയപ്പെടുന്നു. എപ്പോൾ? ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ, ദൈവമേ, ഈ ഭൂമിയിൽ എൻ്റെ കൈവശമുള്ള ഏറ്റവും പ്രിയപ്പെട്ടതിനേക്കാൾ അധികം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. യഥാർത്ഥ ആരാധന. യഹോവ ഇരേ. അബ്രഹാം ആ സ്ഥലത്തിന് പേരിട്ടു. അർത്ഥം യഹോവ കരുതും, യഹോവ നൽകും. എവിടെയാണിത്? മോറിയ. 2000 വർഷങ്ങൾക്ക് ശേഷം കാൽവറി. അവിടെ പിതാവ് തൻ്റെ ഏകജാതനെ യാഗം ചെയ്തു. യേശു ക്രൂശിക്കപ്പെട്ടു നമുക്കായി. യോഹന്നാൻ 8:56 യേശു പറഞ്ഞു, നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു. ഉൽപ്പത്തി 24 ബൈബിളിലെ ഏറ്റവും മനോഹരമായ അധ്യായങ്ങളിലൊന്ന്. അബ്രഹാം വൃദ്ധനായി. തൻ്റെ മകനെ വിവാഹം കഴിക്കണം. പക്ഷെ കനാനി പെൺകുട്ടികളെ വേണ്ടായിരുന്നു. അബ്രഹാം തൻ്റെ വിശ്വസ്തനായ ദാസനെ അയച്ചു. 700 കിലോമീറ്റർ യാത്ര മെസപ്പൊട്ടോമിയയിലേക്ക് വധുവിനെ അന്വേഷിക്കാൻ. 24-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദാസൻ പ്രാർത്ഥിച്ചു, യഹോവേ, എനിക്ക് ഇന്ന് സഫലത്വം തരണമേ. അദ്ദേഹം ദൈവത്തോടൊരു അടയാളം ചോദിച്ചു. ഞാൻ വെള്ളം ചോദിക്കുമ്പോൾ കുടിക്കാൻ തരികയും ഒട്ടകങ്ങൾക്ക് വെള്ളം കോരിക്കൊടുക്കുകയും ചെയ്യുന്ന പെൺകുട്ടി അവളാണ് നിയമിച്ചത്. ദൈവം അത്ഭുതമായി റബേക്കയെ അയച്ചു. കന്യക, കാഴ്ചയിൽ വളരെ സുന്ദരി. പക്ഷെ കൂടുതൽ പ്രധാനം അവളുടെ സ്വഭാവം. കഠിനദാനി. 10 ഒട്ടകങ്ങൾക്കും വെള്ളം കോരിക്കൊടുത്തു. ദയയുള്ളവൾ, അപരിചിതനെ സഹായിച്ചു. എളിമയുള്ളവൾ, കണ്ണുകൾ താഴ്ത്തി. നിങ്ങളുടെ അലങ്കാരം സൗമ്യവും ശാന്തവുമായ ആത്മാവെന്ന അവിനിശ്വരമായത് ആയിരിക്കട്ടെ. ദാസൻ റബേക്കയെ കൊണ്ടുപോകുന്നു. 700 കിലോമീറ്റർ. ആ യാത്രയിൽ ദാസൻ എന്ത് പറഞ്ഞിരിക്കും? ഇസഹാക്കിനെ കുറിച്ച്.
എത്ര മഹത്തായവൻ, എത്ര സുന്ദരൻ, എത്ര ധനവാൻ, എത്ര ദയയുള്ളവൻ. റിബേക്ക താല്പര്യത്തോടെ കേട്ടു. സഹോദരരെ, ഇതിൻ്റെ പിക്ചർ മനസ്സിലാക്കൂ. പിതാവായ ദൈവം, അബ്രഹാം, യേശുക്രിസ്തു, ഇസഹാക്ക്, പരിശുദ്ധാത്മാവ്, ദാസൻ, സഭ, റബേക്ക. പിതാവ് തൻ്റെ പുത്രനായ യേശുവിനെ ഒരു മണവാട്ടിയെ തരാൻ പരിശുദ്ധാത്മാവിനെ അയച്ചു. നമ്മുടെ ദീർഘയാത്രയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് എന്താണ് പറയുന്നത്? യേശുവിനെ കുറിച്ച്. അവിടുന്ന് എന്നെ മഹത്വപ്പെടുത്തും, എൻ്റേതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് വെളിപ്പെടുത്തും. റബേക്ക ഇസഹാക്കിനെ കണ്ടു. അവൾ ഒട്ടകത്തിൽ നിന്നിറങ്ങി മൂടുപടം എടുത്ത് മൂടി. ബഹുമാനം, വിനയം. ഒരു ദിവസം നാം യേശുവിനെ കാണും. വെളിപാട് 19:7 പറയുന്ന പോലെ കുഞ്ഞാടിൻ്റെ വിവാഹം വന്നിരിക്കുന്നു, അവൻ്റെ മണവാട്ടി തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു അത്ഭുതകരമായ യാത്ര പൂർത്തിയാക്കി. അബ്രഹാമിൻ്റെ ജീവിതം 75 വയസ്സ് മുതൽ 175 വയസ്സ് വരെ. അബ്രഹാം തികഞ്ഞവനായിരുന്നില്ല. അദ്ദേഹം തെറ്റുകൾ ചെയ്തു. പിതാവിനെ കൂട്ടിക്കൊണ്ടുപോയി ഹാരാനിൽ 13 വർഷം. ഈജിപ്തിലേക്ക് പോയി കളവ് പറഞ്ഞു. സാറായുടെ വാക്ക് കേട്ടു. ഇസ്മായിൽ ഉണ്ടായി. പക്ഷെ ദൈവം അവനെ വിശ്വാസത്തിൻ്റെ പിതാവെന്ന് വിളിച്ചു. എന്തുകൊണ്ട്? കാരണം ദൈവത്തിൽ നിന്ന് തുടങ്ങുക. യെരുശലേം യഹോവ അരുളി ചെയ്തു, ബാബിലോൺ നമുക്ക് പണിയാം. നിങ്ങളുടെ ജീവിതം ഏതിൽ? രണ്ടാമത്തത്, ദൈവവാക്കിന് മാത്രം ആമേൻ. മനുഷ്യവാക്കിന് ആമേൻ പറഞ്ഞാൽ 4000 വർഷത്തെ പ്രശ്നം. ദൈവവാക്കിന് ആമേൻ പറഞ്ഞാൽ അസാധ്യങ്ങൾ സാധ്യമാകും. മൂന്നാമത്തത്, പ്രായം ഒരു തടസ്സമല്ല. 75 വയസ്സിൽ തുടക്കം, 100 വയസ്സിൽ ഇസഹാക്ക്, 125 വയസ്സിൽ യാഗം. നിങ്ങൾക്ക് എത്ര വയസ്സായാലും ദൈവം നിങ്ങളെ ഉപയോഗിക്കും. നാലാമത്, കാത്തിരിക്കാൻ പഠിക്കുക. 13 വർഷം ഹാരാനിൽ, 13 വർഷം ഇസ്മായിലിന് ശേഷം 25 വർഷം ഇസഹാക്കിനായി. ദൈവത്തിൻ്റെ സമയം എപ്പോഴും ഏറ്റവും നല്ലത്. 5, തെറ്റുകളിൽ നിന്ന് പഠിക്കുക. അബ്രഹാം ഈജിപ്തിലേക്ക് 2 പ്രാവശ്യം പോയി, പക്ഷെ ഓരോ തവണയും പാഠം പഠിച്ചു. ഒടുവിൽ വിശ്വാസത്തിൻ്റെ പിതാവായി. 6, കണ്ണുകൊണ്ടല്ല വിശ്വാസത്താൽ. ലോത്ത് കണ്ണുകൊണ്ട് സോദോം നഷ്ടം, അബ്രഹാം വിശ്വാസത്താൽ യെരുശലേം നേട്ടം. 7, മഹാമനസ്കതയും താഴ്മയും. നീ ആദ്യം തിരഞ്ഞെടുക്കൂ സ്വാർത്ഥതയില്ലാത്ത നേതൃത്വം. 8, മധ്യസ്ഥം. നിങ്ങളെ ചതിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 9, അതിഥി സൽക്കാരം. 99 വയസ്സിൽ അപരിചിതർക്കായി ഓടി ദൂതന്മാരെ സേവിച്ചു. 10, യഥാർത്ഥ ആരാധന. ഏറ്റവും പ്രിയപ്പെട്ടത് ദൈവത്തിനായി. ഇസഹാക്കിനേക്കാൾ ദൈവത്തെ സ്നേഹിച്ചു. സഹോദരരെ, അബ്രഹാമിൻ്റെ കഥ കേവലം ചരിത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയാണ്. നാമും ദൈവം വിളിക്കുന്നു. യാത്ര ചെയ്യണം, തെറ്റുകൾ ചെയ്യും, പാഠങ്ങൾ പഠിക്കണം, വിശ്വാസം വളരണം. ഗലാത്യർ 3:29 നിങ്ങൾ ക്രിസ്തുവിൻ്റേതാണെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദാന പ്രകാരം അവകാശികളുമാകുന്നു. നാം അബ്രഹാമിൻ്റെ മക്കൾ. ഇന്ന് നിങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പുണ്ട്. ബാബിലോണോ യെരുശലേമോ? ബാബിലോൺ പറയുന്നു, വരൂ നമുക്ക് പണിയാം, നമ്മുടെ കഴിവ്, നമ്മുടെ പദ്ധതികൾ, നമ്മുടെ മഹത്വം. യെരുശലേം പറയുന്നു, യഹോവ അരുളി ചെയ്യുന്നത് വരെ കാത്തിരിക്കൂ. അവിടുത്തെ കഴിവ്, അവിടുത്തെ പദ്ധതികൾ, അവിടുത്തെ മഹത്വം. റോമർ 11:36 പറയുന്നു, ദൈവത്തിൽ നിന്ന്, ദൈവത്താൽ, ദൈവത്തിലേക്ക് സകലതും, അവിടത്തേക്ക് എന്നേക്കും മഹത്വം. ആമേൻ. അബ്രഹാമിൻ്റെ ദൈവം നമ്മുടെ ദൈവം. അബ്രഹാമിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. അബ്രഹാമിൻ്റെ ദൈവം ഇന്നും നമ്മളെ വിളിക്കുന്നു, നയിക്കുന്നു, പരീക്ഷിക്കുന്നു, അനുഗ്രഹിക്കുന്നു, അസാധ്യങ്ങൾ ചെയ്യുന്നു. യഹോവ ഇരേ, ദൈവം കരുതും, ദൈവം നൽകും. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ ഐശ്വര്യത്തിനനുസരിച്ച് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നികത്തി തരും. ഈ വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? അതോ നിങ്ങളുടെ സ്വന്തം ആശയങ്ങൾക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും പിന്നാലെയാണ് ഓടുന്നത്? നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു? കണ്ണുകൊണ്ട് കാണുന്നതോ ദൈവം അരുളി ചെയ്യുന്നതോ? നിങ്ങളുടെ വിശ്വാസം എവിടെയാണ്? നിങ്ങളുടെ കഴിവിലോ ദൈവത്തിൻ്റെ ശക്തിയിലോ? നിങ്ങൾ ആരെയാണ് ആദ്യം സ്നേഹിക്കുന്നത്? നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയോ ദൈവത്തെയോ? നിങ്ങൾ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നുണ്ടോ? അതേ തെറ്റുകൾ ആവർത്തിക്കുന്നുണ്ടോ? നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണോ? അതോ തിരക്കിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ? ഇന്നത്തെ തീരുമാനം നിങ്ങൾ എവിടെയാണെങ്കിലും, 20 വയസ്സായാലും 40 വയസ്സായാലും 60 വയസ്സായാലും 80 വയസ്സായാലും, ഇന്ന് ദൈവത്തിന് ആമേൻ പറയാൻ വൈകിയിട്ടില്ല. നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുദപിക്കൂ, തിരിയൂ, പുതിയതായി തുടങ്ങൂ. ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ കേൾക്കാൻ സമയമെടുക്കൂ, കാത്തിരിക്കൂ, അനുസരിക്കൂ. അവിടുന്ന് നിങ്ങളെ നയിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ പിതാവേ, അബ്രഹാമിൻ്റെ കഥയിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ വാക്ക് കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മനുഷ്യവാക്കിനല്ല, അങ്ങയുടെ വാക്കിന് മാത്രം ആമേൻ പറയാനുള്ള കൃപ തരണമേ. ഞങ്ങൾ തെറ്റുകൾ ചെയ്താലും അങ്ങ് വിശ്വസ്തനാണ്. ഞങ്ങളോട് ക്ഷമിക്കണമേ, പുതുക്കണമേ. അബ്രഹാമിനെ പോലെ കേൾക്കാൻ, വിശ്വസിക്കാൻ, അനുസരിക്കാൻ, എല്ലാറ്റിലും അധികം അങ്ങയെ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മക്കളെ ദൈവഭയത്തിൽ വളർത്താൻ അനുഗ്രഹിക്കണമേ. യെരുശലേം പണിയുന്നവരാകാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. ഒരു ദിവസം ഞങ്ങൾ യേശുവിനെ കാണും. അവിടുത്തെ മണവാട്ടിയായി ഒരു ദിവസത്തേക്കായി ഞങ്ങളെ ഒരുക്കണമേ. യേശുവിൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ഈ വീഡിയോ നിങ്ങളെ അനുഗ്രഹിച്ചെങ്കിൽ
ലൈക്ക് ബട്ടൺ അമർത്തൂ. നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ഈ വീഡിയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കൂ. അടുത്ത ആഴ്ച നമ്മൾ ഇസഹാക്കിൻ്റെ ജീവിതയാത്രയെക്കുറിച്ച് പഠിക്കും. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.